എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി അടുത്തിടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി അടുത്തിടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സ്നേഹഹസ്തം. സ്നേഹഹസ്തം പദ്ധതിയാണ് ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി അടുത്തിടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. പ്രശസ്ത തമിഴ് ചലച്ചിത്ര താരം വിജയ് ജോസഫ് വിജയ് ചന്ദ്രശേഖർ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി. പ്രശസ്ത തമിഴ് ചലച്ചിത്ര താരം വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി തമിഴക വെട്രി കഴകം. തമിഴക വെട്രി കഴകമാണ് പ്രശസ്ത തമിഴ് ചലച്ചിത്ര താരമായ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് FEE ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻ്റൽ എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യ ബീച്ച്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് FEE ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യ ബീച്ച് കാപ്പാട് ബീച്ച്. കാപ്പാട് ബീച്ചാണ് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻ്റൽ എഡ്യൂക്കേഷൻ FEE ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യ ബീച്ച്. സംസ്ഥാനത്തെ ആദായനികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി 2024 ഫെബ്രുവരിയിൽ നിയമിതയായത്. സംസ്ഥാനത്തെ ആദായനികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി 2024 ഫെബ്രുവരിയിൽ നിയമിതയായത് ജയന്തി കൃഷ്ണൻ. ജയന്തി കൃഷ്ണനാണ് സംസ്ഥാനത്തെ ആദായനികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി 2024 ഫെബ്രുവരിയിൽ നിയമിതയായത്. ഭാരതരത്ന ലഭിക്കുന്ന 50ാമത്തെ വ്യക്തി. ഭാരതരത്ന ലഭിക്കുന്ന 50ാമത്തെ വ്യക്തി LK അദ്വാനി. LK അദ്വാനിയാണ് ഭാരതരത്ന ലഭിക്കുന്ന 50ാമത്തെ വ്യക്തി. ഏറ്റവും കൂടുതൽ ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. ഏറ്റവും കൂടുതൽ ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഒലെഗ് കൊനോനെങ്കോ. റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയായ ഒലെഗ് കൊനോനെങ്കോയാണ് ഏറ്റവും കൂടുതൽ ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. 2024 ജനുവരിയിൽ മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് വിജയകരമായി ഘടിപ്പിച്ച ആദ്യ കമ്പനി. 2024 ജനുവരിയിൽ മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് വിജയകരമായി ഘടിപ്പിച്ച ആദ്യ കമ്പനി ന്യൂറാലിങ്ക്. ഇലോൺ മസ്ക് സ്ഥാപിച്ച ന്യൂറാലിങ്ക് കമ്പനിയാണ് 2024 ജനുവരിയിൽ മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് വിജയകരമായി ഘടിപ്പിച്ച ആദ്യ കമ്പനിയായി മാറിയത്. 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം. 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഒഡീഷ. ഒഡീഷയാണ് 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം. 2023 രാജ്യത്തെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2023 രാജ്യത്തെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ മലപ്പുറം. 9ാം സ്ഥാനമാണ് ലഭിച്ചത്. കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ മലപ്പുറത്തിനാണ് 2023 രാജ്യത്തെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യൻ നാവികസേന ഇയർ ഓഫ് നേവൽ സിവിലിയൻസ് ആയി ആചരിക്കുന്ന വർഷം. ഇന്ത്യൻ നാവികസേന ഇയർ ഓഫ് നേവൽ സിവിലിയൻസ് ആയി ആചരിക്കുന്ന വർഷം 2024. 2024 ഇന്ത്യൻ നാവികസേന ഇയർ ഓഫ് നേവൽ സിവിലിയൻസ് ആയി ആചരിക്കുന്ന വർഷം. ഓൺലൈൻ ഡാറ്റാബേസായ നംബിയോയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷിത നഗരമായി തുടർച്ചയായ 8ാം തവണയും എത്തിയത്. ഓൺലൈൻ ഡാറ്റാബേസായ നംബിയോയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷിത നഗരമായി തുടർച്ചയായ 8ാം തവണയും എത്തിയത് അബുദാബി. അബുദാബിയാണ് ഓൺലൈൻ ഡാറ്റാബേസായ നംബിയോയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷിത നഗരമായി തുടർച്ചയായ 8ാം തവണയും എത്തിയത്. തമിഴ്നാട്ടിൽ നടന്ന ഖേലോ ഇന്ത്യ യുവജന കായികമേളയിൽ സൈക്ലിംഗിൽ സ്വർണം നേടിയ മലയാളി താരം. തമിഴ്നാട്ടിൽ നടന്ന ഖേലോ ഇന്ത്യ യുവജന കായികമേളയിൽ സൈക്ലിംഗിൽ സ്വർണം നേടിയ മലയാളി താരം അലനിസ് ലില്ലി. അലനിസ് ലില്ലിയാണ് തമിഴ്നാട്ടിൽ നടന്ന ഖേലോ ഇന്ത്യ യുവജന കായികമേളയിൽ സൈക്ലിംഗിൽ സ്വർണം നേടിയ മലയാളി താരം.
ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം സ്വീഡൻ. സ്വീഡനാണ് ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം. ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം. ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം കണ്ണൂർ. ഇന്ത്യയിൽ ആദ്യമായി കണ്ണൂരിലാണ് സോളാർ AC ബസ് സർവീസ് ആരംഭിച്ചത്. 2024 ഫെബ്രുവരിയിൽ മികച്ച ചെറുകഥാ സമാഹാരത്തിനുള്ള അക്ബർ കക്കട്ടിൽ പുരസ്കാരത്തിന് അർഹനായത്. 2024 ഫെബ്രുവരിയിൽ മികച്ച ചെറുകഥാ സമാഹാരത്തിനുള്ള അക്ബർ കക്കട്ടിൽ പുരസ്കാരത്തിന് അർഹനായത് മനോജ് ജാദവേദർ. മാന്ത്രികനായ മാൻഡ്രേക്ക് എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. മനോജ് ജാദവേദറാണ് 2024 ഫെബ്രുവരിയിൽ മികച്ച ചെറുകഥാ സമാഹാരത്തിനുള്ള അക്ബർ കക്കട്ടിൽ പുരസ്കാരത്തിന് അർഹനായത്. 2024 നടക്കുന്ന ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ പ്രമേയം. 2024 നടക്കുന്ന ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ പ്രമേയം സാഹിത്യം, സംസ്കാരം, പുരോഗതി. സാഹിത്യം, സംസ്കാരം, പുരോഗതി എന്നതാണ് 2024 നടക്കുന്ന ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ പ്രമേയം. 2024 ലോക കുഷ്ഠരോഗ ദിനത്തിൻ്റെ പ്രമേയം. 2024 ലോക കുഷ്ഠരോഗ ദിനത്തിൻ്റെ പ്രമേയം കുഷ്ഠരോഗത്തെ തോൽപ്പിക്കുക, ബീറ്റ് ലെപ്രസി. ബീറ്റ് ലെപ്രസി എന്നതാണ് 2024 ലോക കുഷ്ഠരോഗ ദിനത്തിൻ്റെ പ്രമേയം. തെരുവോരങ്ങളിൽ ഒറ്റപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതി. തെരുവോരങ്ങളിൽ ഒറ്റപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതി ഉദയം. ഉദയം പദ്ധതിയാണ് തെരുവോരങ്ങളിൽ ഒറ്റപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതി ഉദയം. കേരളം തമിഴ്നാട് തീരങ്ങളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഈലുകൾ. കേരളം തമിഴ്നാട് തീരങ്ങളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഈലുകൾ അരിയോസോമ കണ്ണാണി, അരിയോസോമ ഗ്രാസേൽ. അരിയോസോമ കണ്ണാണി, അരിയോസോമ ഗ്രാസേൽ എന്നിവയാണ് കേരളം തമിഴ്നാട് തീരങ്ങളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഈലുകൾ. 2024 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. 2024 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി. കൊച്ചിയിലാണ് 2024 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. റോഡ് സുരക്ഷയ്ക്കായി സഡക് സുരക്ഷാ സേന രൂപീകരിക്കുന്ന സംസ്ഥാനം. റോഡ് സുരക്ഷയ്ക്കായി സഡക് സുരക്ഷാ സേന രൂപീകരിക്കുന്ന സംസ്ഥാനം പഞ്ചാബ്. പഞ്ചാബാണ് റോഡ് സുരക്ഷയ്ക്കായി സഡക് സുരക്ഷാ സേന രൂപീകരിക്കുന്ന സംസ്ഥാനം. ആദിവാസി ഭൂമി തട്ടിയ കേസിൽ അറസ്റ്റിലായ ജാർഖണ്ഡ് മുഖ്യമന്ത്രി. ആദിവാസി ഭൂമി തട്ടിയ കേസിൽ അറസ്റ്റിലായ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ. ഹേമന്ത് സോറനാണ് ആദിവാസി ഭൂമി തട്ടിയ കേസിൽ അറസ്റ്റിലായ ജാർഖണ്ഡ് മുഖ്യമന്ത്രി. അന്തരിച്ച ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞൻ. അന്തരിച്ച ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ AI സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞൻ AR റഹ്മാൻ. AR റഹ്മാനാണ് അന്തരിച്ച ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞൻ. ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനത്തോടനുബന്ധിച്ച് കുഷ്ഠരോഗം കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിൻ. ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനത്തോടനുബന്ധിച്ച് കുഷ്ഠരോഗം കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിൻ സ്പർശ്. സ്പർശ് ക്യാമ്പയിനാണ് ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനത്തോടനുബന്ധിച്ച് കുഷ്ഠരോഗം കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിൻ. ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2024 വേദി. ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2024 വേദി ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2024 വേദി. കുടുംബശ്രീ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിത പഴങ്ങളും പച്ചക്കറികളും വിപണിയിൽ ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ഔട്ട്ലെറ്റുകൾ. കുടുംബശ്രീ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിത പഴങ്ങളും പച്ചക്കറികളും വിപണിയിൽ ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ഔട്ട്ലെറ്റുകൾ നേച്ചേഴ്സ് ഫ്രഷ്. നേച്ചേഴ്സ് ഫ്രഷ് ഔട്ട്ലെറ്റുകളാണ് കുടുംബശ്രീ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിത പഴങ്ങളും പച്ചക്കറികളും വിപണിയിൽ ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ഔട്ട്ലെറ്റുകൾ.
കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായത്. കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായത് വേൽ അൽ ദഹ്ദൂഹ്. വേൽ അൽ ദഹ്ദൂഹ് ആണ് കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായത്. 2024 ഫെബ്രുവരിയിൽ ഫ്രാൻസിൻ്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഷെവലിയർ ബഹുമതി നേടിയത്. 2024 ഫെബ്രുവരിയിൽ ഫ്രാൻസിൻ്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഷെവലിയർ ബഹുമതി നേടിയത് ഗൗരി പാർവതിബായി. ഗൗരി പാർവതിബായിയാണ് 2024 ഫെബ്രുവരിയിൽ ഫ്രാൻസിൻ്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഷെവലിയർ ബഹുമതി നേടിയത്. 2024 വജ്ര ജൂബിലി ആഘോഷിച്ച ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം. 2024 വജ്ര ജൂബിലി ആഘോഷിച്ച ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം സുപ്രീം കോടതി. സുപ്രീം കോടതിയാണ് 2024 വജ്ര ജൂബിലി ആഘോഷിച്ച ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം. ലോകത്തെ 500 വലിയ കമ്പനികളുടെ ഹാറൂൺ 2023 പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാമതെത്തിയത്. ലോകത്തെ 500 വലിയ കമ്പനികളുടെ ഹാറൂൺ 2023 പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാമതെത്തിയത് റിലയൻസ് ഇൻഡസ്ട്രീസ്. റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ലോകത്തെ 500 വലിയ കമ്പനികളുടെ ഹാറൂൺ 2023 പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാമതെത്തിയത്. അരവിന്ദ് പനഗരിയ അധ്യക്ഷനായ 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി. അരവിന്ദ് പനഗരിയ അധ്യക്ഷനായ 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആനി ജോർജ് മാത്യു. ആനി ജോർജ് മാത്യു ആണ് അരവിന്ദ് പനഗരിയ അധ്യക്ഷനായ 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി. ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത്. ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് നവി മുംബൈ. നവി മുംബൈയിലാണ് ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത്. ലോകത്തെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള നഗരങ്ങളിൽ 6ാമതും ഇന്ത്യയിൽ 1ാമതുമെത്തിയ നഗരം. ലോകത്തെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള നഗരങ്ങളിൽ 6ാമതും ഇന്ത്യയിൽ 1ാമതുമെത്തിയ നഗരം ബംഗളൂരു. ബംഗളൂരുവാണ് ലോകത്തെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള നഗരങ്ങളിൽ 6ാമതും ഇന്ത്യയിൽ 1ാമതുമെത്തിയ നഗരം. ടെസ്റ്റ് ക്രിക്കറ്റിൽ അതിവേഗം 150 വിക്കറ്റുകൾ തികയ്ക്കുന്ന ഇന്ത്യൻ ഫാസ്റ്റ് ബൗളർ. ടെസ്റ്റ് ക്രിക്കറ്റിൽ അതിവേഗം 150 വിക്കറ്റുകൾ തികയ്ക്കുന്ന ഇന്ത്യൻ ഫാസ്റ്റ് ബൗളർ ജസ്പ്രീത് ബുംറ. ജസ്പ്രീത് ബുംറയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അതിവേഗം 150 വിക്കറ്റുകൾ തികയ്ക്കുന്ന ഇന്ത്യൻ ഫാസ്റ്റ് ബൗളർ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച KSEBിയുടെയും വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ്റെയും മുൻ ചെയർമാനായിരുന്ന വ്യക്തി. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച KSEBിയുടെയും വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ്റെയും മുൻ ചെയർമാനായിരുന്ന വ്യക്തി TM മനോഹരൻ. TM മനോഹരനാണ് 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച KSEBിയുടെയും വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ്റെയും മുൻ ചെയർമാനായിരുന്ന വ്യക്തി. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ഹോളിവുഡ് നടൻ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ഹോളിവുഡ് നടൻ കാൾ വെതേഴ്സ്. കാൾ വെതേഴ്സ് ആണ് 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ഹോളിവുഡ് നടൻ. 66ാമത് ഗ്രാമി അവാർഡിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ്, മികച്ച കണ്ടംപററി ഇൻസ്ട്രുമെൻ്റൽ ആൽബം, മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം എന്നീ 3 വിഭാഗങ്ങളിൽ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ഇന്ത്യൻ തബല മാന്ത്രികൻ. 66ാമത് ഗ്രാമി അവാർഡിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ്, മികച്ച കണ്ടംപററി ഇൻസ്ട്രുമെൻ്റൽ ആൽബം, മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം എന്നീ 3 വിഭാഗങ്ങളിൽ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ഇന്ത്യൻ തബല മാന്ത്രികൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ. ഉസ്താദ് സാക്കിർ ഹുസൈനാണ് 66ാമത് ഗ്രാമി അവാർഡിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ്, മികച്ച കണ്ടംപററി ഇൻസ്ട്രുമെൻ്റൽ ആൽബം, മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം എന്നീ 3 വിഭാഗങ്ങളിൽ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ഇന്ത്യൻ തബല മാന്ത്രികൻ. 2024 ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് ബിൽ പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. 2024 ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് ബിൽ പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡാണ് 2024 ഫെബ്രുവരിയിൽ യൂണിഫോം സിവിൽ കോഡ് ബിൽ പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ അരി. 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ അരി ഭാരത് റൈസ്. ഭാരത് റൈസ് ആണ് 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ അരി.
അന്താരാഷ്ട്ര ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റുകളിലെയും ടെസ്റ്റ്, ഏകദിനം, T20 ബൗളിംഗ് റാങ്കിങ്ങിൽ 1-ാം റാങ്ക് കരസ്ഥമാക്കിയ ആദ്യ താരം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റുകളിലെയും ബൗളിംഗ് റാങ്കിങ്ങിൽ 1-ാം റാങ്ക് കരസ്ഥമാക്കിയ ആദ്യ താരം ജസ്പ്രീത് ബുംറ. ഇന്ത്യൻ താരമായ ജസ്പ്രീത് ബുംറയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റുകളിലെയും ബൗളിംഗ് റാങ്കിങ്ങിൽ 1-ാം റാങ്ക് കരസ്ഥമാക്കിയ ആദ്യ താരം. 2024-25 വർഷത്തെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത്. 2024-25 വർഷത്തെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത് KN ബാലഗോപാൽ. KN ബാലഗോപാലാണ് 2024-25 വർഷത്തെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത്. അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിനായുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി. അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിനായിട്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി കെയർ പദ്ധതി. കെയർ പദ്ധതിയാണ് അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിനായുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി. പുതിയ സംരംഭങ്ങളിലൂടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതി. പുതിയ സംരംഭങ്ങളിലൂടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതി K-ലിഫ്റ്റ്. K-ലിഫ്റ്റ് പദ്ധതിയാണ് പുതിയ സംരംഭങ്ങളിലൂടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതി. ഫിഫ ഫുട്ബോൾ ലോകകപ്പ് 2026 ഫൈനൽ വേദി. ഫിഫ ഫുട്ബോൾ ലോകകപ്പ് 2026 ഫൈനൽ വേദി മെറ്റ് ലൈഫ് സ്റ്റേഡിയം, ന്യൂജേഴ്സി. അമേരിക്കയിലെ ന്യൂജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലാണ് ഫിഫ ഫുട്ബോൾ ലോകകപ്പ് 2026 ഫൈനൽ നടക്കുക. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിതമാകുന്നത്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിതമാകുന്നത് ഹൈദരാബാദ്. ഹൈദരാബാദിലാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിതമാകുന്നത്. കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിരുന്ന ഡോക്ടർ വിശ്വാസ് മേത്ത മലയാളത്തിൽ എഴുതിയ ആത്മകഥ. കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിരുന്ന ഡോക്ടർ വിശ്വാസ് മേത്ത മലയാളത്തിൽ എഴുതിയ ആത്മകഥ അതിജീവനം. അതിജീവനമാണ് കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിരുന്ന ഡോക്ടർ വിശ്വാസ് മേത്ത മലയാളത്തിൽ എഴുതിയ ആത്മകഥയുടെ പേര്. ഗുരുതര തട്ടിപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ അന്വേഷണ വിഭാഗം. ഗുരുതര തട്ടിപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ അന്വേഷണ വിഭാഗം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, SFIO. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് ഗുരുതര തട്ടിപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ അന്വേഷണ വിഭാഗം. പാരിസ്ഥിതിക ആശങ്കകൾ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ബജറ്റിനൊപ്പം പ്രത്യേക പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം. പാരിസ്ഥിതിക ആശങ്കകൾ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ബജറ്റിനൊപ്പം പ്രത്യേക പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളം. കേരളമാണ് പാരിസ്ഥിതിക ആശങ്കകൾ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ബജറ്റിനൊപ്പം പ്രത്യേക പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം. ലോൺലി പ്ലാനറ്റ് എന്ന വിനോദസഞ്ചാര പ്രസിദ്ധീകരണം പുറത്തിറക്കിയ പട്ടികയിൽ ലോകത്തെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഇടം പിടിച്ച തിരുവനന്തപുരത്തെ ബീച്ച്. ലോൺലി പ്ലാനറ്റ് എന്ന വിനോദസഞ്ചാര പ്രസിദ്ധീകരണം പുറത്തിറക്കിയ പട്ടികയിൽ ലോകത്തെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഇടം പിടിച്ച തിരുവനന്തപുരത്തെ ബീച്ച് പാപനാശം. വർക്കലയിലെ പാപനാശം ബീച്ചാണ് ലോൺലി പ്ലാനറ്റ് എന്ന വിനോദസഞ്ചാര പ്രസിദ്ധീകരണം പുറത്തിറക്കിയ പട്ടികയിൽ ലോകത്തെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഇടം പിടിച്ച തിരുവനന്തപുരത്തെ ബീച്ച്. 2024 കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കടമ്മനിട്ട പുരസ്കാരത്തിന് അർഹനായത്. 2024 കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കടമ്മനിട്ട പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദ്. റഫീഖ് അഹമ്മദാണ് 2024 കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കടമ്മനിട്ട പുരസ്കാരത്തിന് അർഹനായത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.